സമുദ്രത്തിലെ തിരമാലകളെ പോലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആസ്വാദക വൃന്ദത്തിന് ഞങ്ങളുടെ സ്വാഗതം. ചെന്നൈന്ന് വളരെ ഭദ്രമായിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്ന കോച്ചാണ് ഞാൻ. അതിനിടയ്ക്ക് അവൻ എവിടെ പോയി തൊലഞ്ഞു? എന്ത് അവൻ അമ്പലത്തിലേക്ക് തൊഴാൻ പോയിരിക്കുക. അവനിങ് വന്നോളും കോച്ചെ. 100 മീറ്റർ ഓട്ട മത്സരം ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അവൻ എവിടെ പോയി? ടെൻഷൻ അടിക്കല്ല കോച്ചെ. ഒരു കറക്റ്റ് സമയത്ത് ഗണ്ണ് പോലെ വരൂടെ. കളി തുടങ്ങിയ കലക്കി അടിച്ചു പൊളിക്കവൻ. ഗുരു വന്നാലല്ലേ ജയിക്കുള്ളൂ, അവൻ വരില്ല. നീ തന്നെ ജയിക്കുള്ളൂ. കപ്പ് നമ്മുടെ കോളേജിന് തന്നെയാ. ഗുരു 24 മീറ്ററിലും പങ്കെടുത്ത എല്ലാത്തിലും നമ്പർ 1 ആയി വന്നവനാ. ആരൊക്കെ വന്നാലും അവന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നീ ധൈര്യമായിരിക്കും, അവൻ വരികയില്ല. അവൻ ട്രിച്ച് വരെ വന്നടാ. ഇങ്ങോട്ട് വരില്ലെന്ന് ഏർപ്പാട് ബലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ഇനി നീ എങ്ങനെ ഓടുന്നോന്ന് കാണാ. അണ്ണൻ എപ്പോഴും ടോപ്പാടാ. താഴേക്ക് നോക്കടാ. ചെന്നൈ ഭാരത് കോളേജിൽ നിന്ന് ഗുരു ഉടൻ തന്നെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നീ എന്തായാലും സ്കൂളിൽ പോണം. വാശി പിടിക്കുന്നതിനാണോ പറയുന്ന കേക്ക്. ഞാൻ നിന്നെ ഓട്ടോയിൽ കൊണ്ടാക്കാം. എന്താ ആന്റി, സ്കൂൾ ബസ് വന്നില്ലേ? പുറപ്പെടാൻ ലേറ്റ് ആയി ഗുരു. വാൻ പോയി. അതിനെന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. പൊടിക്കുപ്പി വാ. ബൈ ബൈ. ഇന്ന് ക്ലാസ്സിൽ പോകാതിരിക്കാൻ ഞാനൊരു നമ്പർ ഇട്ടായിരുന്നു. നീ പാരയല്ലേ ഗുരുവേ. എന്തു പറ്റി? ഇന്ന് സ്കൂളിൽ കവിത ചൊല്ലൽ മത്സരമുണ്ട്. സ്വന്തമായിട്ട് എഴുതിയ 4
പ്രിപ്പയർ ചെയ്തതുമില്ല. ഇത്രയേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട. നല്ലൊരു കവിത ഞാൻ പറഞ്ഞു തരാം. പോയി ചൊല്ലി തകർക്കുന്നേ. സത്യമാണോ? ആ എന്റെ അടുത്ത് നിന്റെ കോമഡിയും കീമഡിയും ഒക്കെ ഇറക്കിയാണ്ടല്ലേ. അയ്യയ്യേ. ഇറങ്ങിക്കോ. കവിത പറ, കവിത പറ, കവിത പറയടാ. കവിത നമ്പർ ഒന്നും വേണ്ട. നീയും ഞാനും ഒന്ന്. ഗാന്ധി പിറന്ന മണ്ണ്. ടീ കടയിൽ നിന്ന് തിന്നു നോക്ക് ബണ്ണ്. താങ്ക്സ്. ഇത് മതി ഗുരുവേ. ഞാനിത് ചൊല്ലി സമ്മാനം വാങ്ങിച്ചോണ്ട് വരും. ബൈ. നീ ഞാനും ഒന്ന്. ഗാന്ധി പിറന്ന മണ്ണ്. ടീ കടയിൽ നിന്ന് തിന്നു നോക്കും ബണ്ണ്. ഏതായാലും പറഞ്ഞു കൊടുത്തു. ഒരു നല്ല കവിതയാകാരുന്നല്ല. ക്ലാസ്സിലെ കവിതാ മത്സരത്തിൽ ആ കുട്ടി എന്തെങ്കിലും ഒന്ന് ചൊല്ലണം. പിള്ളേർക്ക് പാടാൻ പറ്റുന്ന വിധത്തിൽ സിമ്പിളായിട്ട് അർത്ഥമൊന്നുമില്ലാതെ 4 വരി പറഞ്ഞു കൊടുത്തു. അതിനെന്താ ഇപ്പോ? ബൈ. ഹായ് 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 ഹായ്. എന്താ മോളെ ഇന്ന് ലേറ്റ്? ഇതൊക്കെ എന്താ? എന്റെ ബാഗ് പിടി. എന്താ രേണു? നമസ്കാരം. ഇത് പിടി. ആ, ഇനിയൊന്ന് കുനി. ആ. ഉമ്മ. എന്താ ഇതൊക്കെ? സക്സസ്. നിന്റെ കവിത ഞാൻ ചൊല്ലി എനിക്ക് സമ്മാനമായിട്ട് വീണയും കിട്ടിയടാ. മത്സരത്തിൽ മോള് മാത്രമേ പങ്കെടുത്തുള്ള. അല്ല, കളി കാര്യമാകുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഗിഫ്റ്റിന്റെ രൂപത്തില്. നിന്റെ കവിത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പം ഓഡിറ്റോറിയത്തിൽ എന്ത് കയ്യടിയായിരുന്നു. സൈലന്റ്, സൈലന്റ്, സൈലന്റ്. നീയും ഞാനും ഒന്ന് എന്ന വരികളിൽ ഇവൾ ദേശീയ ഐക്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഗാന്ധി പിറന്ന മണ്ണ് എന്ന് പറഞ്ഞ് ഈ മണ്ണിനെ മഹിമപ്പെടുത്തിയിരിക്കുകയാണ് ഇവള്. ടീ കടയിൽ നിന്ന് തിന്നു നോക്ക് മണ്ണ് എന്ന വരികളിൽ ഇവൾ പറയുന്നത് എന്താ? എന്താ? എന്റെ ഗുരു, ഇത് ഗുരുവായല്ലോ. നിത്യഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന സാധുക്കളായ ജനങ്ങളെ നാം എന്നും ഓർമ്മിക്കണമെന്നാണ് ഈ വരികളുടെ അർത്ഥം. അമ്മ രക്ഷപ്പെട്ടേ. എന്തായാലും കവിത എഴുതി എനിക്ക് പട്ടം കിട്ടിയ സ്ഥിതിക്ക് മലയാളത്തിൽ ഞാനൊരു കവിത എഴുതി അത് നിന്റെ കല്യാണത്തിന്റെ അന്ന് സമ്മാനമായിട്ട് ഞാൻ തരും. അതുപോലെ അങ്ങനെ ആവട്ടെ മാഡം. നീ വേഗം പോയി ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിക്കടാ. ബൈ. ബൈ. പുറപ്പെട്ടു കഴിഞ്ഞു ശ്വേത. 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ പിക്കപ്പ് ചെയ്തോളാം നിന്നെ. ബസന്ത് നഗറിലെ വിളയാട്ട് പിള്ളേർ കോവിലല്ലേ? ഈ വിളയാട്ട് ഗണപതി വെറും തമാശയായിട്ട് കാണരുത്. ഈ വിളയാട്ട് ഗണപതിയുടെ ആശീർവാദം കൊണ്ട് 1998 ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ സമ്മാനം മേടിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അതെന്താ ഫ്ലൈറ്റിന് കാശുണ്ടായില്ലേ? നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒന്നാമനായി വന്ന് ഈ കോച്ചിന്റെ മാനം കാക്കണം ഗുരു. പോയി മറ്റുള്ള ദൈവങ്ങളുടെ അനുഗ്രഹം മേടിച്ച് സ്റ്റാമിന കൂട്ട്. ശരി മാസ്റ്റർ. ചക്കരച്ചോറ് തീരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതല്ലേ നീ പറഞ്ഞ ഡീസന്റ് ഗേൾസ്? ഇവളുമാരൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ലടാ. ചക്കരച്ചോറ് വാങ്ങി നക്കി തിന്നാൻ വേണ്ടി വന്നേക്കണേണ്. ഏയ് ഇവിടെ ഉണ്ടെടി. കണ്ടില്ലേ അവളുമാര് ഒളിച്ചിരുന്ന് തട്ടണ തട്ട്. ഇന്നാ എല്ലാവർക്കും തരാം. ഉറുമ്പിന് ചോറ് കൊടുക്കാൻ എല്ലാവരും ഉറുമ്പിന് ഉറുമ്പ് കൂടിയല്ലേ ഇടുന്നത്. ഇവളെന്താ വിരുന്ന് കൊടുക്കണത്? സൽക്കർമ്മമാടാ. വേൽമുരുക ഹരോഹര, വേലായുധ ഹരോഹര.
ചണ്ഡികേശ്വരനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കും. സ്വാമി ചണ്ഡികേശ്വര, നാളെ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്റെ ചേട്ടൻ ശക്തി ജയിക്കണം. ഗുരു തോക്കണം. എന്റെ ചേട്ടൻ ശക്തി ജയിക്കണം. ഗുരു തോക്കണം. ഉറുമ്പിന് ചോറ് കൊടുത്തവള് നിന്റെ പേര് നാറ്റിച്ചല്ലോ. ഏയ് നിക്ക് 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 നിക്ക്. അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ആരടിയാ ഗുരു? നിന്റെ ചേട്ടന്റെ കൂടെ ഓടുന്നവരെ കുറിച്ച് അന്വേഷിച്ചു. ആരോ ഒരു ഗുരു, അവനാണ് ടഫ് കോമ്പറ്റീഷൻ എന്നാ പറയുന്നത്. നിന്റെ ചേട്ടൻ ജയിക്കണമെങ്കിൽ ആ ഗുരു തോറ്റേ പറ്റൂ. അതുകൊണ്ടാ അങ്ങനെ പ്രാർത്ഥിച്ചേ. ഇയാൾ എന്തായി കാണിക്കുന്നേ? അറിയില്ല. വഴിപാട് നേർച്ച നേർച്ച. എന്ത് നേർച്ച? ആ വലതു കൈ വാനം നോക്കി ഇടതുകാലെടുത്തു വെച്ച് എണ്ണാതെ 8 വട്ടം ഈ കോവിൽ ചുറ്റി വരും നോർക്ക് നിനച്ചതെല്ലാം നിറവേറിടും ഡും 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 എന്ന് ഊമേടികൾ എന്ന് പേരുള്ളൊരു സിദ്ധൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഇത് തന്നെയാ. നിങ്ങളിവിടെ ഏതോ ഗുരു തോൽക്കണമെന്ന് പ്രാർത്ഥിച്ച് കൈകൊട്ടി ഉറക്കെ നേർച്ച നേരുന്നുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ ഓ അവിടെ നിക്ക എന്തേ കാണണേ? BSc ഫാഷൻ ടെക്നോളജി സ്വാമി. നാം അത് ചോദിച്ചില്ല, ഇങ്ങനെ കാണിക്കണത് എന്താ? നേർച്ചയാ സ്വാമി. ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാ ആഗ്രഹിച്ചത് നടക്കും. ഏത് ഏപ്പിനെ പറഞ്ഞേ? ഊമയടികൾ സ്വാമി. എന്ത് വഷളത്തരായത്? ഊമകൾ എങ്ങനാ സംസാരിക്കണത്? സ്വാമി, നമുക്കിട്ട് ആരോ ഇത് കാര്യമായിട്ട് പണിഞ്ഞതാ. നാവടക്കട കൊശവ. ഏയ് അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. അവര് നമ്മളെ പറ്റിക്കായിരുന്നല്ലേ?